മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഉത്തരം മുട്ടിയിട്ട് ശിവൻകുട്ടി കൊഞ്ഞനം കുത്തിയത് നിങ്ങൾ കണ്ടോ? വി രാജേഷ് എവിടെ നിൽക്കുന്നു? ഞാനവിടെ നിൽക്കുന്നു. അയാള് ഞാൻ 95-2000 മേയറായ ആളാണ്. ഒരു മാന്യതയില്ലേ കാര്യം, ഒരു നടപടിക്രമമല്ലേ നാട്ടിൽ. നിങ്ങൾ കേട്ടില്ലേ? വി രാജേഷ് എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു എന്നാണ് ഈ ചോദിക്കുന്നത്. ഞാനെന്ന അഹംഭാവം നിങ്ങൾ കണ്ടില്ലേ? ഇതേ BJP വിരുദ്ധരൊക്കെ തന്നെ ഇതൊരു ശിവൻകുട്ടി പറഞ്ഞ മറുപടി ആയിട്ടല്ല ആദ്യം കേൾക്കേണ്ടത്. ആദ്യം നിങ്ങൾ ഇതൊരു BJP നേതാവ് കേരളത്തിലെ ഏതെങ്കിലും ഒരു വാർഡ് മെമ്പർക്ക് ഇത്തരം ഒരു മറുപടി കൊടുത്താൽ നമ്മുടെ കേരളത്തിലെ അവസ്ഥ എന്തായിരിക്കും? ചോദ്യങ്ങളെ ഭയക്കുന്നു, അങ്ങനെ പലതും പറഞ്ഞ് ഇവിടെ വലിയ ചർച്ചകൾ നടക്കില്ലേ? വളരെ വ്യക്തമായിട്ട് സകല മലയാളികളും തിരിച്ചറിയണോ, വി രാജേഷിന്റെ ഒന്നൊന്നര ചോദ്യങ്ങൾ കേട്ടിട്ട് അതിന് കൊടുത്ത മറുപടിയാ വി രാജേഷ് എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു എന്നൊക്കെ ചോദ്യങ്ങളെ ഭയക്കുന്ന ഇത്തരം ശിവൻകുട്ടിമാരാണ് നമ്മുടെ നാടിന്റെ ശാപം. നർക്കോതിൽ കണ്ട എത്ര അഹങ്കാരത്തിലാ ഈ മറുപടി പറയുന്നത്. എന്റെ മേയർ എന്ന് പറഞ്ഞാൽ ചെറിയ പദവിയാണ് എന്നാണോ ഈ ശിവൻകുട്ടി കരുതുന്നത്? ഈ ശിവൻകുട്ടി പ്രതിനിധീകരിക്കുന്ന നേമം മണ്ഡലത്തിന്റെ അത് ഉൾപ്പെടെയുള്ള 4 നിയമസഭാ മണ്ഡലങ്ങളും മറ്റൊരു മണ്ഡലത്തിന്റെ പകുതിയോളം വരുന്ന കോർപ്പറേഷന്റെ മേയറാ വി രാജേഷ്. അദ്ദേഹമാണ് കൃത്യമായ ചോദ്യം ഉന്നയിച്ച്. എന്നിട്ട് നിങ്ങൾ ജാതി അഹങ്കാര ഇവർ എന്നിട്ട് ഇടതുപക്ഷം പറയും ചോദ്യങ്ങളെ BJP. യഥാർത്ഥത്തിൽ ആരാ ചോദ്യങ്ങളെ ഭയക്കുന്നത്? ഒരു ചോദ്യം ചോദിച്ചപ്പോഴേക്ക് ഞാൻ എന്ന ഭാവല്ലേ. ഇത് മാത്രല്ല, നിങ്ങൾ ഇത് കേട്ടു, BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥികളോടെങ്കിൽ ചർച്ചയാ. ഇത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോർപ്പറേഷനിലും BJPയുടെ വന്നെന്നുള്ള കാര്യം സത്യം. അത് അക്സെപ്റ്റ് ചെയ്യുന്നു, ജനാധിപത്യപരമായി അക്സെപ്റ്റ് ചെയ്യുന്നു. അത് അതിൻ്റെതായ കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ തന്നെ തിരുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ശ്രദ്ധിക്കാതിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. BJPയുടെ പ്രസിഡന്റിനോട് ഞാൻ വേണമെങ്കിൽ ചർച്ചയ്ക്ക് ഇരിക്കാം. പക്ഷേ വി രാജേഷ് എത്ര ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഓരോ വാക്കുകളും നമ്മുടെ നാടിന്റെ, നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ മേയർ ഒരു ചോദ്യം ഉന്നയിച്ചു. ആ ചോദ്യമൊക്കെ ഞാനിവിടെ കൊടുക്കാം. വ്യക്തമായ ചോദ്യ, അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഞാനത് ഇവിടെ തന്നെ കൊടുക്കാം. ഈ ശിവൻകുട്ടിയൊക്കെ ഈ എത്രത്തോളം അഹങ്കാരമായി കാട്ടുന്നത്, എത്രത്തോളം അഹങ്കാരം, ഒരു ഉളുപ്പില്ലാതല്ലേ ഇത്തരത്തിൽ പറയുന്നത്. ഞങ്ങൾക്ക് മാറ്റം ഏതോ രീതിയിൽ ജനാധിപത്യപരമായിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മേയർ വി രാജേഷ്. പിന്നെ ഞങ്ങളിലെ മാറ്റം നിങ്ങൾ മാറാഞ്ഞിട്ട് നിങ്ങൾ കട്ടുമുടിച്ചിട്ടാ ഈ ഇടതുപക്ഷത്തെ തിരുവനന്തപുരത്തെ ജനത എടുത്തങ്ങ് ആറ്റിലെറിഞ്ഞത്. നിങ്ങൾ ഇതും കൂടി കേട്ടു. ജാതി അഹങ്കാരമാണെന്നോ ഈ പറഞ്ഞ അഹങ്കാരത്തിലപ്പുറം മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണോ. വി രാജേഷിന്റെ ചോദ്യത്തിന് മറുപടി പറയാനില്ലാഞ്ഞിട്ടാ ഇമാതിരി കൊഞ്ഞനം കുത്തലുമായിട്ട് ശിവൻകുട്ടി രംഗത്തെത്തിയത്. നിങ്ങൾ ഇതും കേട്ടു. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിന്നെ ഒന്ന് മേയറായെന്ന് പറഞ്ഞ് കയറി 40-40 വർഷക്കാലമായി തലസ്ഥാന നഗരിയിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെ കയറി വെല്ലുവിളിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് മോശമായിപ്പോയി. രാമേന്ദ്ര റെഡ്ഡിക്ക് കൊടുത്തോളുള്ള മറുപടി എനിക്ക് തരാൻ പറ്റൂല ആ കാര്യത്തിൽ. നീളേട്ടിലെ പ്രത്യേക സാഹചര്യത്തിൽ മേയറാകുമ്പോൾ എന്നെ വെല്ലുവിളിയൊന്നുമല്ല വി രാജേഷ് നടത്തിയത്. ജനങ്ങൾക്ക് മുന്നിലേക്ക് കൃത്യമായിട്ട് ശിവൻകുട്ടി കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പ് വകമാറ്റി ചിലവഴിച്ചതിന്റെ കള്ളത്തരം തെളിവ് സഹിതം അങ്ങ് പുറത്തു വിട്ടതാ. അത് എന്നെ വെല്ലുവിളിച്ചോ? ഇതാരാണ്? പ്രത്യേക സാഹചര്യം ഒന്നല്ല. ജനാധിപത്യപരമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെയുള്ള ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേക്ക് എത്തിച്ച വി രാജേഷിനെ അങ്ങനെ നിങ്ങൾ പ്രത്യേക സാഹചര്യം എന്നൊക്കെ അങ്ങ് പറയാ. ഇയാളൊക്കെ യജാതി ഒരു കട്ടം മുടിച്ചു എന്ന് മുഖത്ത് നോക്കി ഈ വി രാജേഷ് അങ്ങ് പറഞ്ഞപ്പോഴേക്ക് മുട്ട് വിറച്ചിട്ട് കൊഞ്ഞനം കുത്തതാ നമ്മൾ ഈ കാണുന്നത്. എത്ര ഉളുപ്പില്ലായ്മയാ. എന്നിട്ട് പറയുന്നു രേവന്ത് റെഡ്ഡിക്ക് മുഖ്യമന്ത്രി കൊടുത്തതുപോലുള്ള മറുപടി ഞാൻ കൊടുക്കുന്നത്. അപ്പൊ അത് മോശം, അതൊക്കെ അറിയാം. അത് നിങ്ങളെ പിണറായി വിജയനെ പഠിപ്പിച്ചാൽ മതി. ഡാഷ് മോനെ എന്ന് വിളിക്കാൻ ഈ പറയുന്ന പിണറായിയോ ഓടാ മോനെ ദിനേശാന്നോ ആ ഒരു നിലവാരമില്ലാതെ 2 മുഖ്യമന്ത്രിമാരും, ഒന്ന് കോൺഗ്രസിന്റെ ഒന്ന് ഇടതുപക്ഷത്തിന്റെ.
കവലച്ചട്ടമ്പിമാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളി. അപ്പൊ അത് തെറ്റാന്നൊക്കെ ശിവൻകുട്ടിക്ക് മനസ്സിലായി. ഏതായാലും അതുപോലെ വിളിക്കില്ല എന്നാ പറഞ്ഞു. വലിയ ഔദാര്യം. എന്തൊരു അവസ്ഥയാ. ഈ ശിവൻകുട്ടി ഇത്രത്തോളം കൊഞ്ഞനം കുത്താനുള്ള ഒരു കാരണം നിങ്ങൾ കേൾക്കണോ? വി രാജേഷ് പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഉച്ചഭക്ഷണ പദ്ധതിക്ക് 1173.59 കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തതാണ്. കേന്ദ്ര സർക്കാർ കൊടുത്ത പണം വാങ്ങി സംസ്ഥാനത്ത് പദ്ധതി നടപ്പിലാക്കിയിട്ടാണ് തന്റെ വികസനമാണ് എന്ന് പറഞ്ഞ് മേനി നടിക്കുന്നത്. ഇത് കേന്ദ്ര ഗവൺമെന്റ് പണം അല്ലെങ്കിൽ അദ്ദേഹം അത് പറയാൻ തയ്യാറാകണം. സംസ്ഥാന സർക്കാർ എവിടെ നിന്നാണ് ഈ പണം കൊടുത്തത്? സംസ്ഥാന സർക്കാർ എന്തായാലും 1173 കോടി കൊടുക്കാനില്ല. ഡീസൽ അടിക്കാൻ പോലും പൈസ ഇല്ല പോലീസിന്റെ. നിങ്ങൾ കേട്ടില്ലേ? ഉച്ചഭക്ഷണത്തിന് 1175 കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. ആ കൊടുക്കുന്നത് ഇല്ല എന്ന് ശിവൻകുട്ടി പറയട്ടെ. ഉച്ചഭക്ഷണത്തിന് ഇതൊക്കെ ഞങ്ങളാന്ന് ശിവൻകുട്ടി വലിയ രീതിയിൽ വികസനം പറഞ്ഞ് നടക്കലായിരുന്നു. ഒന്നും അങ്ങനെയല്ല. കേന്ദ്ര സർക്കാർ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന വികസന പദ്ധതിയും ഞാനാ എന്ന എട്ടുകാലി മമ്മൂഞ്ഞ് അഭിനയിച്ച് നടക്കുന്ന ആളാ ശിവൻകുട്ടി എന്ന് വച്ചക്ക് മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു. അതിനാ വി രാജേഷ് എവിടെ കിടക്കുന്നു, ശിവൻകുട്ടി എവിടെ കിടക്കുന്നു? വി രാജേഷ് ജനഹൃദയങ്ങളിൽ കിടക്കുന്നു. ശിവൻകുട്ടിയുടെ പാർട്ടി എടുത്ത് ആറ്റിലെറിഞ്ഞു തിരുവനന്തപുരത്തെ ജനത. അതാണ് യാഥാർത്ഥ്യം. ഇത് മാത്രമൊന്നല്ല, ഇവര് കട്ടുമുടിച്ചതിന്റെ ഉണ്ട്, വകമാറ്റി ചെലവഴിച്ചതിൻ്റെതേ. നിങ്ങൾ ഇതൊന്നും കേട്ടോക്കൂ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുള്ള ഇ ഗ്രാന്റ് ഫെലോഷിപ്പ് അത് ഒറ്റ സ്കൂളുകളിലും കിട്ടിയതായിട്ട് വിവരമില്ല. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കോടിക്കണക്കിന് രൂപ ജനറൽ കാറ്റഗറിയിലുള്ളവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റി തട്ടിയെടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇദ്ദേഹം ഒരക്ഷരം വിടുന്നു. അതായത് നേമം നിയോജക മണ്ഡലത്തിലെ MLA കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പിൽ ആ സ്കൂളുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് കിട്ടേണ്ട പണം വകമാറ്റി ചെലവഴിച്ചു. മറ്റു പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് കിട്ടേണ്ട പണം ജനറൽ കാറ്റഗറിയിലുള്ള തട്ടിയെടുത്തു. അതിൽ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട്. അതിൽ അന്വേഷണം നടത്തിയിട്ടില്ല കഴിഞ്ഞ 10 വർഷമായിട്ട്. അപ്പോൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെയും അതോടൊപ്പം തന്നെ സ്കൂളിലെ കുട്ടികളെ ഉൾപ്പെടെ വഞ്ചിക്കുന്ന സമീപനമാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ വളരെ ശക്തമായിട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചു. 24 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേട്ടില്ലേ? ചോദ്യങ്ങളാണ് BJP ഉന്നയിക്കുന്നത്. ആ ചോദ്യങ്ങളെ ഭയന്നിട്ട് ശിവൻകുട്ടി കൊഞ്ഞനം കുത്തുക. ചോദ്യങ്ങളെ ഭയക്കുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ വളരെ വ്യക്തമാണ്, ഇടതുപക്ഷമാണ് എന്നുള്ളതിന്റെ വ്യക്തമായ ഉത്തരാണ് ശിവൻകുട്ടിയുടെ ഈ കൊഞ്ഞനം കുത്തലി എന്നുള്ളതും സകലരും തിരിച്ചറിയണോ? വി രാജേഷ് എണ്ണി പറയാ, പട്ടികജാതി ഇതുമായി ബന്ധപ്പെട്ട കുട്ടികൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പണമൊക്കെ മാറ്റി അത് പല രീതിയിലേക്ക് മാറ്റി ചിലവഴിച്ചു, പല അക്കൗണ്ടുകളിലേക്ക് പോകുന്നു. അങ്ങനെ എടുത്തെടുത്ത് വി രാജേഷ് അങ്ങ് കണക്ക് നിരത്തിയപ്പേ എന്നിട്ട് പറയാ ഉളുപ്പില്ലാതെ വി രാജേഷ് എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ ജാതി ഞാനെന്ന അഹംഭാവ. ചോദ്യങ്ങളെ ഭയക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളത് ഈ പറയുന്ന ശിവൻകുട്ടി വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ മലയാളികൾ കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയുക.